വേറൊന്നും കേട്ടില്ലേ? ഇല്ല, അത്രേ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷേ അപ്പൊ തന്നെ പറഞ്ഞത് മാഡത്തിനെ കുറിച്ചാണെന്ന് എനിക്ക് ഉറപ്പായി. അതിപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ അവള് സിത്താരയോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയില്ലല്ലോ. നമ്മുടെ പ്ലാനും പദ്ധതിയൊക്കെ ആ പെണ്ണ് എങ്ങനെയെങ്കിലും അറിഞ്ഞു കാണൂ. അതാണോ ഇനി അവള് എന്ന് അമ്മയോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്നാ മതിയോ? അവൾ എന്നോട് പറഞ്ഞത് എന്താന്ന് ഞാൻ പറഞ്ഞു തന്നാ മതിയോന്നാ ചോദിച്ചത്. പങ്കുകച്ചവടത്തിന് വന്നിട്ട് ഒരു രാത്രി കഴിയുന്നതിന് മുമ്പേ എന്നെ വീഴ്ത്താനുള്ള കെണിയൊക്കെ ഒരുക്കിയല്ലേ? നിങ്ങളൊരു റിക്വസ്റ്റുമായിട്ട് എന്റെ അടുത്തേക്ക് വന്നു. അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഞാൻ അതങ്ങ് സമ്മതിക്കുകയും ചെയ്തു. അതെന്താണെന്നറിയോ? തറവാട്ടി പറഞ്ഞതിന്റെ ഗുണവാദം. നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചു വളർന്നതിന്റെ ഗുണം. ആ രണ്ടു ഗുണങ്ങളും നിങ്ങൾക്കില്ലാതെ പോയതുകൊണ്ടാ മനസ്സിനും പ്രവൃത്തികൾക്കും നേരും നെറിയും ഇല്ലാണ്ടങ്ങ് പോയത്. സിത്താര വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. നമുക്കിടയിൽ ആരോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് ഇരുന്നൊന്ന് സംസാരിക്കാം, കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. എനിക്ക് കാര്യങ്ങൾ ക്ലിയർ ആണ് അവന്തിക. ഞാനിതൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ള കാര്യത്തിൽ ചിലപ്പോ അവന്തികയ്ക്കായിരിക്കും ക്ലാരിറ്റി കുറവ്. അവന്തിക എന്താ കരുതിയത്? ഞാനിതൊന്നും അറിയില്ലെന്നോ? ഒന്നുമില്ലെങ്കിലും ഇതൊരു ദൈവസന്നിധിയല്ലേ? ഇവിടെ സത്യങ്ങൾക്ക് അങ്ങനെ വിലയില്ലാണ്ട് പോയില്ലല്ലോ. അതെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു. ഇത് അറിഞ്ഞ ഭാവം നടിക്കാതെ അവന്തികയെ വിശ്വസിക്കുന്ന പോലെ അഭിനയിച്ച് നിങ്ങളെയും നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ നട്ടല് തകർക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ തിരികെ നിങ്ങളുടെ ലെവലിലേക്ക് തരം താഴെണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഐ മസ്റ്റ് അഡ്മിറ്റ്, നിങ്ങളൊരു വളരെ നല്ല അഭിനേതാവാണ്.